അതീവ ജാഗ്രതയിലാണ് രാജ്യം. ആ ജാഗ്രതയാണ് പാകിസ്ഥാന്റെ ഓരോ പ്രകോപനത്തെയും തച്ചുടച്ചുകൊണ്ട് ഇന്ത്യൻ സേന മുന്നോട്ട് പോകുന്നത്. ഉധംപൂർ, ജമ്മു, അഖ്നൂർ, പഠാൻകോട്ട് എന്നിവിടങ്ങളിലേക്കാണ് പാകിസ്ഥാൻ മിസൈലും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം S-400 സുദർശന ചക്രം അതുപയോഗിച്ച് പാകിസ്ഥാന്റെ ഓരോ ശ്രമത്തെയും തച്ചു തകർക്കുകയാണ് ഇന്ത്യ. പഞ്ചാബിലെ ഗുർദാസ്പൂരിലടക്കം കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ്. അവിടെയെല്ലാം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വെടിവെപ്പുണ്ടാവുന്നത്. തക്കതായ മറുപടി ഇന്ത്യൻ സേന കൊടുത്തുകൊണ്ടിരിക്കുന്നു. പഠാൻകോട്ടിലും സമാനമായ സ്ഥിതിയാണ്. ഒപ്പം ജമ്മുവിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി വിവരമുണ്ട്. അതൊക്കെ ഇന്ത്യ കൃത്യമായി പാകിസ്ഥാന്റെ ശ്രമങ്ങളെ തകർത്തത് എന്നാണ് വ്യക്തമാകുന്നത്. അവിടുത്തെ മൊബൈൽ സർവീസിനെ ചെറുതായി ബാധിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണത്. നിലവിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സർവീസുകൾ വിച്ഛേദിക്കുന്നതാണ്. ഒപ്പം S-400 സ്ട്രൈക്ക് 8 പാകിസ്ഥാനി മിസൈൽസ് എന്നാണ് വിവരം വരുന്നത്. 8 പാകിസ്ഥാൻ മിസൈലുകളെ നമ്മുടെ S-400 എന്ന പ്രതിരോധ കവചം മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തെറിഞ്ഞിരിക്കുന്നു. പൂഞ്ചിൽ നിന്നും ബി ബാലഗോപാൽ ചേർന്നു. ബാലഗോപാൽ, ജമ്മുവിൽ പൂഞ്ചിൽ നടന്നതിനാണ് ഇന്ത്യ ഇന്ന് രാവിലെ മറുപടി കൊടുത്ത് വീണ്ടും പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങാൻ വരികയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? പൂഞ്ചിൽ നിലവിൽ ബ്ലാക്ക് ഔട്ടിന് സമാനമായ അവസ്ഥയാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന ഹോട്ടലിലാണ്. ഇവിടുത്തെ കറണ്ട് വൈദ്യുതി എല്ലാം വിച്ഛേദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മറ്റ് സംവിധാനങ്ങൾ, അതായത് ഈ ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടാൻ വേണ്ടി പാടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തും അതുപോലെ തന്നെ രാജ്യാന്തര അതിർത്തിയിലും കനത്ത തോതിലുള്ള ഇപ്പോൾ ഈ വെടിവെപ്പ് നടക്കുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് ഔദ്യോഗികമായി സേന കൺഫേം ചെയ്തിട്ടില്ല. അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള പൂഞ്ച്, രജോരി തുടങ്ങിയ അഖ്നൂർ തുടങ്ങിയ പല മേഖലകളിലും ഇപ്പോൾ വെടിവെപ്പ് നടത്തുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും തികച്ചും ഒരു സംഘർഷ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ജമ്മുവിൻ്റെ ഭാഗമായിട്ടുള്ള പൂഞ്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ജമ്മുവിലാണിപ്പോൾ ഈ ഡ്രോൺ അറ്റാക്ക് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജമ്മുവിന് പുറമെ പഞ്ചാബിലും പഠാൻകോട്ടിലും അതുപോലെ തന്നെ ഗുരുദാസ്പൂരിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഇത്തരം ഈ ഡ്രോൺ അറ്റാക്കുകളും മിസൈൽ അറ്റാക്കുകളും നടന്നതായി പറയുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഫലപ്രദമായി നേരിടുവാൻ വേണ്ടി ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് S-400 ഈ ഡ്രോണുകളെ വെടിവെച്ചിടാനും അതുപോലെ തന്നെ മിസൈലുകളെ ന്യൂട്രലൈസ് ചെയ്യാനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ പൂഞ്ച്, രജോരി തുടങ്ങിയ മേഖലകളിലൊക്കെ അതീവ സുരക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ താമസിക്കുന്ന ഹോട്ടലുകളിൽ ഉൾപ്പെടെ ഈ യാതൊരു തരത്തിലുള്ള വൈദ്യുതിയും ഉപയോഗിക്കാൻ, അതായത് കറണ്ട് ഉൾപ്പെടെ ഉപയോഗിക്കാൻ, ലൈറ്റ് ഉൾപ്പെടെ ജമ്മു സർവകലാശാലയുടെ അടുത്ത് 2 ഡ്രോണുകളെ ഇന്ത്യ തകർത്തെറിഞ്ഞിരിക്കുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അവിടെ പലപ്പോഴും സൈറനുകൾ മുഴങ്ങുന്നതായുള്ള വിവരങ്ങളുണ്ട്. ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്? ആ മേഖലയാകെ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നു. മറ്റ് സാധാരണ ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ടോ? ജമ്മുവിലെ വിമാനത്താവളം ലക്ഷ്യം വെച്ച പാകിസ്ഥാന്റെ ശ്രമങ്ങൾ, അതിനെയും ഇന്ത്യ പ്രതിരോധിക്കുകയാണ്. മറുപടി കൊടുക്കാൻ കൂടി ആരംഭിച്ചു തുടങ്ങിയോ? ജമ്മുവിൽ വലിയ തോതിലുള്ള ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുവെന്ന് വേണം കരുതേണ്ടത്.